ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് തമിഴ്നാട്ടിൽ വിതച്ചത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ചെന്നൈ ഉൾപ്പെടെയുള്ള തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് കാരണമായി. കൊടുങ്കാറ്റ് തീരം പിന്നിട്ടെങ്കിലും കനത്ത മഴയാണ് സംസ്ഥാനത്ത് പെയ്തിറങ്ങിയത്. ഇത് പല ജില്ലകളിലും വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട്. ശക്തമായ മഴയിൽ വില്ലുപുരം ജില്ല വെള്ളത്തിനടിയിലായി. വില്ലുപുരം ജില്ലയിൽ 51 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. ജില്ലയിലെ മൈലത്താണ് ഇത്രയും മഴ ലഭിച്ചത്. മരക്കാനം, തിണ്ടിവനം തുടങ്ങിയ വില്ലുപുരം ജില്ലയിൽ പലയിടവും വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. ജില്ലയിൽ താമസിക്കുന്ന ജനങ്ങൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. അതിനിടെ പ്രളയക്കെടുതി പരിശോധിക്കാനെത്തിയ മന്ത്രി പൊന്മുടിക്കും മകനും മുൻ എംപിയുമായ ഗൗതം ചിക്കാമണിക്കും കളക്ടർ പളനിക്കും നേരെ ആളുകൾ ചെളി വാരിയെറിഞ്ഞു. പ്രളയബാധിത പ്രദേശമായ ഇരുവൽപേട്ടിൽ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. പിന്നാലെയാണ് മന്ത്രി പൊന്മുടി വെള്ളപ്പൊക്ക മേഖലകൾ നിരീക്ഷിക്കാനും ജനങ്ങളുമായി ആശയവിനിമയം നടത്താനും എത്തിയത്. മന്ത്രി എത്തിയതോടെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി. ഒപ്പം ഇവർക്ക് നേരെ ചെളിവാരിയെറിയുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഇടപെട്ട് മന്ത്രിയെയും സംഘത്തിനെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. വില്ലുപുരം ജില്ലയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. വെള്ളപ്പൊക്ക ബാധിത മേഖലയിൽ താമസിക്കുന്നവരെ രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ചെന്നൈയിൽ മാത്രമാണ് തമിഴ്നാട് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളെ സർക്കാർ അവഗണിച്ചതാണ് പ്രളയത്തിന് കാരണമെന്നുമാണ് ജനങ്ങളുടെ ആരോപണം. ചെന്നൈ നഗരത്തിൽ മഴക്കെടുതി തുടരുന്നു. ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ് നഗരം. ചൊവ്വാഴ്ചയും തമിഴ്നാട്ടിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ദേശീയപാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രളയത്തെ തുടർന്ന് പല ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടു. ചില സർവീസുകൾ റദ്ദാക്കി. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതി രൂക്ഷമായ തുടരുന്നതിനിടെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 21 പേരാണ് മരിച്ചത്. തിരുവണ്ണാമലയിൽ 3 ഉരുൾപൊട്ടലുണ്ടായി. സേലത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ ഏർക്കാടിലും ഉരുൾപൊട്ടി. കൃഷ്ണഗിരിയിൽ നിർത്തിയിട്ട ബസ്സുകൾ ഒലിച്ചുപോയി. വിഴുപ്പുറം ജില്ലയിലെ നദികൾ കരകവിഞ്ഞു. ഇതോടെ ചെന്നൈയിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു. ഇവിടെ കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലാണ്. തിരുവണ്ണാമലൈ ഉരുൾപൊട്ടലിൽ കാണാതായ 7 പേരുടെയും മൃതദേഹം കണ്ടെത്തി. 5 കുട്ടികളടക്കം 7 പേരാണ് മണ്ണിനടിയിലായത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കനത്ത മഴയ്ക്ക് പിന്നാലെ തിങ്കളാഴ്ച വൈകിട്ട് 4:30യോടെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. കൂറ്റൻ പാറക്കല്ലുകളും വീണ്ടും മണ്ണിടിയുമെന്ന ഭീഷണിയും തെരച്ചിലിന് തിരിച്ചടിയായി. 24 മണിക്കൂറിൽ 48.4 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. മഴക്കെടുതിയിൽ 6 പേർ മരിച്ചു. ജനവാസ കേന്ദ്രങ്ങൾ വെള്ളത്തിനടിയിലാണ്.